ഹാജിമാർക്ക് എമിഗ്രേഷൻ നടപടിക്രമങ്ങൾ സ്വന്തം നാട്ടിൽ പൂർത്തിയാക്കുന്ന മക്ക റോഡ് പദ്ധതിയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്താൻ ശ്രമം തുടങ്ങി. പദ്ധതിയിൽ ഉൾപ്പെടുന്നതോടെ ജിദ്ദ, മദീന എയർപോർട്ടുകളിൽ നിന്ന് ഹാജിമാർക്ക് നടപടിക്രമങ്ങൾക്ക് കാത്തുനിൽക്കാതെ വേഗത്തിൽ പുറത്തിറങ്ങാൻ കഴിയും. വിദേശ ഹജ്ജ് തീർത്ഥാടകർക്ക് സൗദിയിലേക്ക് പ്രവേശനം നൽകുന്നതിനുള്ള മുഴുവൻ നടപടിക്രമങ്ങളും സ്വദേശങ്ങളിലെ വിമാനത്താവളങ്ങളിൽ പൂർത്തിയാക്കുന്നതാണ് മക്ക റോഡ് പദ്ധതി. ഇതിൽ ഇന്ത്യയെ കൂടി ഉൾപ്പെടുത്താനുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. പദ്ധതി വഴിയെത്തുന്ന തീർത്ഥാടകർക്ക് ജിദ്ദ, മദീന എയർപോർട്ടുകളിൽ ആഭ്യന്തര സർവീസുകളിലെ യാത്രക്കാരെ പോലെ പുറത്തു കടക്കാം. ജവാസാത്ത്, കസ്റ്റംസ് അടക്കമുള്ള വകുപ്പുകളുടെ കൗണ്ടറുകളിലെ നടപടിക്രമങ്ങൾ നാട്ടിൽ തീരുന്നതിനാലാണ് ഈ ഗുണം. പദ്ധതി വഴിയെത്തുന്ന തീർത്ഥാടകരുടെ ലഗേജുകൾ മക്കയിലേക്കും മദീനയിലേക്കും അവരുടെ താമസ സ്ഥലങ്ങളിൽ നേരിട്ടെത്തിച്ചു നൽകും. മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ പദ്ധതി വൻ വിജയമായിരുന്നു. മക്ക റോഡ് പദ്ധതി സൂപ്പർവൈസറി കമ്മിറ്റി ഇന്ത്യയിലെ ബന്ധപ്പെട്ട വകുപ്പുകളുമായി വിശകലനം ചെയ്തു വരികയാണ്. സാബിത് സലീം, മീഡിയ 1, മക്ക. മസ്ജിദുൽ ഹറമിന്റെ മട്ടുപ്പാവിൽ വിശ്വാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. ഹജ്ജ്, ഉംറ തീർത്ഥാടകരുടെ സുരക്ഷ പരിഗണിച്ചാണ് പുതിയ പദ്ധതി. ഹറം വികസന വകുപ്പിന് കീഴിലാണ് പദ്ധതികൾ. മസ്ജിദുൽ ഹറമിൽ ഏറ്റവും മുകളിലെ ടെറസിന് ചുറ്റുമാണ് സുരക്ഷാവേലി. ഹജ്ജ്, ഉംറ തീർത്ഥാടകരുടെ സുരക്ഷ പരിഗണിച്ചാണ് മതിൽ. 3.25 മീറ്ററാണ് ഉയരം. 500 മീറ്റർ നീളത്തിലാണിത്. ഉംറ തീർത്ഥാടകരുടെ വരവ് റമളാനിൽ കൂടും. ഇതിനാൽ ഷഹബാൻ മധ്യത്തോടെ പദ്ധതി പൂർത്തിയാക്കാനുള്ള തിരക്കിട്ട ജോലികളാണ് ഇപ്പോൾ. മക്ക ഡെപ്യൂട്ടി ഗവർണർ അമീർ ബന്ദർ ബിൻ സുൽത്താൻ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. നടപ്പിലാക്കുന്ന പദ്ധതികളും ഒരുക്കങ്ങളും യോഗം പരിശോധിച്ചു. 3-ാം സൗദി ഹറം വികസന പദ്ധതിക്ക് കീഴിൽ പൂർത്തിയായ പദ്ധതികളും ചർച്ചയായി. മീഡിയ 1, മക്ക. കുവൈത്തിൽ വിദേശികളുടെ താമസാനുമതി പരമാവധി 5 വർഷമാക്കി നിജപ്പെടുത്തണമെന്ന നിർദ്ദേശം വീണ്ടും സജീവമാകുന്നു. ജനസംഖ്യാ ക്രമീകരണത്തിനായുള്ള ഉന്നത സമിതിയാണ് 5 വർഷം പൂർത്തിയാക്കുന്ന വിദേശികളെ തിരിച്ചയക്കണമെന്ന് ശുപാർശ ചെയ്തത്. മന്ത്രിസഭാ ഉത്തരവിലൂടെ കാലാവധി നിയമം നടപ്പാക്കണമെന്നും സമിതി നിർദ്ദേശിച്ചു. കുവൈത്തിലെ വിദേശി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന നിർദ്ദേശമാണ് വീണ്ടും സജീവ ചർച്ചയായിരിക്കുന്നത്. വിദേശി സ്വദേശി അനുപാതത്തിലെ അന്തരം കുറക്കുന്നതിനും സ്വദേശി യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനും വിദേശികളുടെ എണ്ണം കുറയ്ക്കേണ്ടത് അനിവാര്യമാണെന്ന നിലപാടാണ് രാജ്യത്തെ ഭൂരിപക്ഷം പാർലമെന്റ് അംഗങ്ങൾക്കുമുള്ളത്. വിദേശ രാജ്യങ്ങൾക്ക് ക്വാട്ട നിശ്ചയിക്കണമെന്നും തൊഴിലാളികളെ 5 വർഷത്തിൽ കൂടുതൽ രാജ്യത്ത് തങ്ങാൻ അനുവദിക്കരുതെന്നുമുള്ള നിർദ്ദേശങ്ങൾ പലതവണ പാർലമെന്റിൽ ഉയർന്നിരുന്നു. നിലവിൽ 30 ലക്ഷം വിദേശികളും 14 ലക്ഷം സ്വദേശികളും എന്നതാണ് ജനസംഖ്യ അനുപാതം. 6,70,000 വിദേശികൾ ഗാർഹിക മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. താമസകാര്യ വകുപ്പിന്റെ ഏറ്റവും പുതിയ സ്ഥിതിവിവരക്കണക്കനുസരിച്ച് ഗാർഹിക ജോലിക്കാരിൽ 55% സ്ത്രീകളാണ്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. സ്വകാര്യ തൊഴിൽ നിയമ ഭേദഗതി നിർദ്ദേശത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കുവൈത്ത് പാർലമെന്റിലെ ആരോഗ്യകാര്യ സമിതി. ബില്ലിനുമേൽ പാർലമെന്റിൽ നടക്കുന്ന 2ാം വായനയ്ക്ക് മുൻപ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുമെന്നും ആരോഗ്യകാര്യ സമിതി വ്യക്തമാക്കി. സ്വകാര്യ തൊഴിൽ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കരട് ബിൽ ഇനി വോട്ടെടുപ്പിന് പരിഗണിക്കേണ്ടതില്ലെന്ന് സർക്കാർ ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് ആരോഗ്യകാര്യ സമിതി നിലപാട് വ്യക്തമാക്കിയത്. വാർഷികാവധിയും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്നത് സ്വദേശികളെ സ്വകാര്യ മേഖലയിലേക്ക് കൂടുതൽ ആകർഷിക്കുമെന്നും സേവനാനന്തര ആനുകൂല്യങ്ങൾ സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ തൊഴിലുടമകളുടെ താൽപര്യം സംരക്ഷിക്കുന്നതാണെന്നും ആരോഗ്യകാര്യ സമിതി വക്താവ് ഉസാമ അൽ ഷഹീൻ MP വ്യക്തമാക്കി. സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ വാർഷികാവധി ദിനങ്ങൾ 30-ൽ നിന്ന് 35 ഉയർത്തുക, ശമ്പളത്തിൽ 15% വർധന നടപ്പാക്കുക തുടങ്ങിയവയാണ് കരട് ബില്ലിലെ പ്രധാന നിർദ്ദേശങ്ങൾ. നാഷണൽ അസംബ്ലിയിലെ 1ാം വായനയിൽ പാർലമെന്റ് അംഗങ്ങളും മന്ത്രിമാരും ഐക്യകണ്ഠേനയാണ് കരട് ബില്ലിനെ അനുകൂലിച്ചത്. ആദ്യ വായനയിൽ ബില്ലിനെ പിന്തുണച്ച സർക്കാർ പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു. ഭേദഗതിയുടെ പ്രധാന ഗുണഭോക്താക്കൾ വിദേശികളായിരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി രാജ്യത്തെ തൊഴിലുടമകളും നിർദ്ദേശത്തെ എതിർത്തിരുന്നു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ പെട്രോളിയം മേഖലയിൽ നിയമനം ആവശ്യപ്പെട്ട സ്വദേശി എഞ്ചിനീയർമാർ ധർണ നടത്തി. കുവൈത്ത് നാഷണൽ പെട്രോളിയം കമ്പനി ആസ്ഥാന മന്ദിരത്തിന് മുന്നിലാണ് പ്ലക്കാർഡുമായി ഒരു വിഭാഗം എഞ്ചിനീയർമാർ സംഘടിച്ചത്. നേരത്തെ കുവൈറ്റ് സിറ്റിയിലെ ഡിറ്റർമിനേഷൻ ചത്തുരത്തിൽ സ്വദേശി എഞ്ചിനീയർമാർ സംഘടിച്ച് പ്രതിഷേധിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് KNPC ഓഫീസിന് മുന്നിൽ ഇന്ന് വീണ്ടും എഞ്ചിനീയർമാർ ധർണ നടത്തിയത്. പെട്രോളിയം മേഖലയിൽ കുവൈത്തിവൽക്കരണം മതിയായ രീതിയിൽ നടക്കുന്നില്ലെന്ന് എഞ്ചിനീയർമാരുടെ സമരത്തിന് പിന്തുണയുമായെത്തിയ പാർലമെന്റ് അംഗം അബ്ദുള്ള അൽ കന്ദരി കുറ്റപ്പെടുത്തി. സ്വദേശി ബിരുദധാരികൾ ജോലി ലഭിക്കാതെ പ്രയാസപ്പെടുന്ന സാഹചര്യം അംഗീകരിക്കാനാവില്ലെന്നും സർക്കാർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്റർവ്യൂവിനും നിയമനത്തിനും കടുത്ത നിബന്ധനകൾ ഏർപ്പെടുത്തിയത് കാരണം പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ സ്വദേശികൾ പിന്തള്ളപ്പെടുകയാണ്. തന്ത്രപ്രധാന മേഖലയായതിനാൽ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാനാവില്ലെന്നാണ് സർക്കാർ നിലപാട്. മീഡിയ 1,
കുവൈറ്റ് സിറ്റി. സൗദി കിഴക്കൻ പ്രവിശ്യയിൽ ചെക്ക് പോയിന്റിന് നേരെ ഭീകരാക്രമണം. 4 അംഗ ഭീകര സംഘമാണ് ആക്രമണം നടത്തിയത്. സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 പേരെ വധിച്ചു. ദമാം ഖത്തീഫിനടുത്ത് അബൂഹദ്രിയയിലെ ചെക്ക് പോയിന്റിന് നേർക്കാണ് ഭീകരർ ബോംബാക്രമണം നടത്തിയത്. വാഹനത്തിലെത്തിയ 4 അംഗ സംഘം ആക്രമണം നടത്തുകയായിരുന്നു. തുടർന്ന് സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ വധിച്ചു. മറ്റു 2 പേർ പിടിയിലായി. സംഘത്തിലെ 3 പേർ ഖത്തീഫിലെ ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിച്ചവരാണ്. ചെക്ക് പോയിന്റ് ആക്രമിച്ച് അതുവഴി വിദേശത്തേക്ക് രക്ഷപ്പെടാനായിരുന്നു ഭീകരരുടെ പദ്ധതി. വധിക്കപ്പെട്ടവരുടെയും പിടിയിലായവരുടെയും പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ സുരക്ഷാ സജ്ജീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. മീഡിയ 1 ദമാം. ആഗോളതലത്തിൽ ഭീകരതയെ ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഖത്തർ ശക്തമായ പിന്തുണയാണ് നൽകുന്നത് എന്ന് യുഎൻ ഭീകരവിരുദ്ധ ഓഫീസ് അണ്ടർ സെക്രട്ടറി വ്ളാഡിമിർ ഇവൻവിച്ച്. തീവ്രവാദ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ പ്രവർത്തനങ്ങൾ ഖത്തറുമായി ചേർന്ന് നടത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ദോഹയിൽ നടക്കുന്ന ഇന്റർ പാർലമെന്ററി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വദേശീവൽക്കരണ നടപടികളും വിവിധ തൊഴിൽ മേഖലകളിലെ വിസാ വിലക്കും കാരണം ഒമാനിലെ വിദേശികളുടെ എണ്ണത്തിൽ കുറവ് തുടരുന്നു. 2 മാസത്തിനുള്ളിൽ വിദേശി ജനസംഖ്യയിൽ 3.5% കുറവാണുണ്ടായതെന്ന് ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ പറയുന്നു. ഫെബ്രുവരി അവസാനത്തെ കണക്കനുസരിച്ച് 17,82,406 വിദേശികളാണ് രാജ്യത്തുള്ളത്. ഡിസംബർ അവസാനം ഇത് 17,87,447 ആയിരുന്നു. അൽവുസ്തയും ദാക്കിലെയും ഒഴിച്ച് മറ്റെല്ലാ ഗവർണറേറ്റുകളിലുമുള്ള വിദേശ ജനസംഖ്യയിൽ കുറവ് ദൃശ്യമാണ്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ദോഫാറിലാണ് ഏറ്റവും അധികം കുറവ് രേഖപ്പെടുത്തിയത്. 1467 പേരാണ് മസ്കത്തിൽ നിന്ന് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി രാജ്യം വിട്ടത്. വിദ്യാഭ്യാസമുള്ള വിദേശികളുടെ എണ്ണത്തിലും കുറവുണ്ട്. ഡിപ്ലോമാധാരികളുടെ എണ്ണം 8.3% കുറഞ്ഞ് 4202 ആയപ്പോൾ സർവകലാശാല മാസ്റ്റർ ബിരുദമുള്ളവരുടെ എണ്ണത്തിൽ യഥാക്രമം 5.7%യും 6.6%യും കുറവുണ്ടായി. വിദേശികളിൽ ഇന്ത്യക്കാർ തന്നെയാണ് കൂടുതലും. ഡിസംബറിനെ അപേക്ഷിച്ച് ഫെബ്രുവരിയിൽ ഇന്ത്യക്കാരുടെ എണ്ണം 4% കുറഞ്ഞ് 6.6 ലക്ഷമായി. സ്വദേശിവൽക്കരണവും വിവിധ മേഖലകളിലെ വിസ വിലക്കുമാണ് വിദേശികളുടെ എണ്ണം കുറയാൻ കാരണം. മീഡിയ 1 മസ്കത്ത്. യുഎഇയിലെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ കമ്പനിയായ അറാദ സൗദിയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. സൗദിയിലെ നിർമ്മാണ മേഖലയിൽ സാന്നിധ്യം ഉറപ്പിക്കുകയാണ് അറാദ കമ്പനി. ഒരു വിദേശ രാജ്യത്ത് ഇതാദ്യമായാണ് കമ്പനി ഓഫീസ് തുറക്കുന്നത്. സൗദി തലസ്ഥാനമായ റിയാദിൽ ജൂൺ മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഓഫീസ് തുറക്കുവാനാണ് പദ്ധതി. അറബ് ലോകത്തെ ഏറ്റവും വലിയ സമ്പദ്ഘടനയുടെ തലസ്ഥാനമായതിനാലാണ് ഓഫീസിനായി റിയാദ് നഗരത്തെ പരിഗണിച്ചത്. കമ്പനിയുടെ ഷാർജയിലെ 2 കേന്ദ്രങ്ങളുടെ പ്രദർശന സ്യൂട്ട് കൂടി ഉൾക്കൊള്ളുന്നതായിരിക്കും ഓഫീസ്. വിർച്വൽ റിയാലിറ്റി ടെക്നോളജി ഉപയോഗിച്ചാണ് സ്യൂട്ട് തയ്യാറാക്കുക. അതിനാൽ ഉപഭോക്താക്കൾക്ക് വിവിധ പ്രോജക്റ്റുകൾ സഞ്ചരിച്ച് കാണുന്ന അനുഭൂതി സൃഷ്ടിക്കും. കഴിഞ്ഞ ദിവസം ജിദ്ദയിൽ നടന്ന അന്താരാഷ്ട്ര റിയൽ എസ്റ്റേറ്റ് പ്രദർശന പരിപാടിയിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത്. സൗദിയിൽ നിന്നുള്ള നിക്ഷേപകർ തങ്ങളിൽ ഏറെ സംതൃപ്തരാണെന്നും കഴിഞ്ഞ 2 വർഷത്തിനകം 250-ലധികം യൂണിറ്റുകൾ വിൽപ്പന നടത്തിയതായും കമ്പനി അവകാശപ്പെട്ടു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. ഖത്തറിൽ എംബസിക്ക് പുറമെ ICC ഓഫീസിലും ഇനി മുതൽ പ്രവാസി ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് സാക്ഷ്യപ്പെടുത്താൻ സൗകര്യമുണ്ടായിരിക്കും. എംബസിയിലെ തിരക്കും പ്രവാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പരിഗണിച്ചാണ് തീരുമാനം. ഖത്തറിൽ ഇതുവരെ എംബസിയിൽ മാത്രമേ സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്താനുള്ള അവസരമുണ്ടായിരുന്നുള്ളൂ. പ്രവൃത്തി ദിവസങ്ങളിലാണ് സൗകര്യമെന്നതിനാൽ പ്രവാസികൾക്കിത് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. ഇത് പരിഹരിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് എംബസിക്ക് കീഴിലുള്ള ഇന്ത്യൻ കൾച്ചറൽ സെന്റർ ഓഫീസിലും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനുള്ള സൗകര്യമൊരുക്കിയിരിക്കുന്നത്. അവധി ദിവസമായ ശനിയാഴ്ചയാണ് ICCയിൽ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനുള്ള അവസരമുള്ളത്. രാവിലെ 9 മുതൽ 12 വരെയാണ് ഈ സേവനം ലഭ്യമാവുക. അതിൽ ഏറ്റവും പ്രത്യേകത സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ വരുന്ന ആളുകൾക്ക് ഇവിടെ അറ്റസ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ അറ്റസ്റ്റ് ചെയ്ത് രാവിലെ തന്നെ സർട്ടിഫിക്കറ്റ് കൈയോടെ കൊടുക്കുന്നു എന്നുള്ള ഒരു അട്രാക്ഷൻ കൂടി അതിലുണ്ട്. ദയവായി നമ്മുടെ ആളുകൾ പരമാവധി ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നേരത്തെ നവജാത ശിശുക്കളുടെ പാസ്പോർട്ട് എടുക്കുന്നതിനും കുട്ടികളുടെ പാസ്പോർട്ട് പുതുക്കാനുമുള്ള സൗകര്യവും ICCയിൽ ഒരുക്കിയിരുന്നു. ശനി വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ 12 വരെയും വൈകിട്ട് 4 മുതൽ 9 വരെയും, വെള്ളിയാഴ്ച രാവിലെ 8:30 മുതൽ 11 വരെയും വൈകിട്ട് 4 മുതൽ രാത്രി 9 വരെയുമാണ് ICCയിലെ പാസ്പോർട്ട് സേവനങ്ങൾ. മീഡിയ 1, ദോഹ. ഖത്തറിൽ അപകടകരമായ വസ്തുക്കൾ റോഡ് മാർഗം കൊണ്ടുപോകുന്നതിന് നിയന്ത്രണം. വിവിധ സർക്കാർ വകുപ്പുകളുടെ വിശദ പരിശോധനയ്ക്ക് ശേഷം ലഭിക്കുന്ന ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം വസ്തുക്കൾ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ.
റോഡ് ഗതാഗത നിയന്ത്രണം സംബന്ധിച്ച 2019 8-ാം നമ്പർ നിയമത്തിനും അപകടകരമായ വസ്തുക്കൾ റോഡ് മാർഗം കൊണ്ടുപോകുന്നത് സംബന്ധിച്ച 9-ാം നമ്പർ നിയമത്തിനുമാണ് അമീർ അംഗീകാരം നൽകിയത്. ഇതനുസരിച്ച് ഇത്തരം വസ്തുക്കൾ റോഡ് മാർഗം കൊണ്ടുപോകുന്നതിനുള്ള അനുമതി സുരക്ഷാ ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമായി നിജപ്പെടുത്തും. വിവിധ സർക്കാർ വകുപ്പുകളുടെ വിശദ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇതിനുള്ള ലൈസൻസ് ലഭിക്കൂ. സിവിൽ ഡിഫൻസും ആഭ്യന്തര മന്ത്രാലയവും നിർദ്ദേശിക്കുന്ന റോഡുകളിലൂടെ മാത്രമേ ഇത്തരം വസ്തുക്കൾ കൊണ്ടുപോകാൻ കഴിയൂ. വസ്തുക്കൾ കയറ്റുമ്പോഴും ഇറക്കുമ്പോഴുമുള്ള സുരക്ഷാ കാര്യങ്ങൾ അധികൃതർ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ലൈസൻസിൽ ഇല്ലാത്ത സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വിലക്കുമുണ്ട്. ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയമാണ് 2 നിയമങ്ങൾക്കും രൂപം നൽകിയത്. മീഡിയ 1 ദോഹ. GCCയിലെ പ്രമുഖ ജ്യൂസ് ഷവർമ വ്യാപാര ശൃംഖലയായ ജ്യൂസ് വേൾഡിന്റെ ഒമാനിലെ 4ാമത്തെ ഷോറൂം വാദി അൽ ലവാമി ലുലു ഹൈപ്പർ മാർക്കറ്റിന് സമീപം തുറക്കും. ജ്യൂസ് വേൾഡിന്റെ ഒമാനിലെ ഏറ്റവും വലിയ ശാഖയാണിത്. അടുത്ത വ്യാഴാഴ്ച രാത്രി 7-നാണ് ഉദ്ഘാടനം. ബ്രോസ്റ്റഡ് ചിക്കൻ അടക്കം വൈവിധ്യമാർന്ന വിഭവങ്ങളാണ് ഇവിടെ ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുക. ഒമാനിൽ 2 ഇടങ്ങളിൽ കൂടി പുതിയ ശാഖകൾ ആരംഭിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് മെദുവിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാദി അൽ ലവാമി ജ്യൂസ് വേൾഡ് ബ്രാഞ്ച് ഏപ്രിൽ 11 വ്യാഴാഴ്ച ഏപ്രിൽ 11 വൈകുന്നേരം 7 മണിക്ക് ഇനോഗ്രേഷൻ ചെയ്യപ്പെടും. ഈ ഇനോഗ്രേഷൻ സംബന്ധിച്ച് എല്ലാവരെയും ഞങ്ങൾ ജ്യൂസ് വേൾഡിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ജ്യൂസ് വേൾഡിൻ്റെ അടുത്ത 2 ബ്രാഞ്ചുകൾ മാത്രയിലും അവന്യൂസ് മാളിലും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അതിൻ്റെ ഓപ്പണിംഗ് അനൗൺസ്മെൻറ്റും ഉണ്ടായിരിക്കുന്നതാണ്. 200-ലധികം രുചികളിലുള്ള ജ്യൂസുകളാണ് ജ്യൂസ് വേൾഡിൻ്റെ പ്രത്യേകത. ഉദ്ഘാടന ആനുകൂല്യമായി വാദി അൽ ലവാമിയിൽ ബിൽ തുകയിൽ 50% ഇളവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലാണ് ഈ ആനുകൂല്യം ലഭിക്കുക. മാനേജിംഗ് പാർട്ട്ണർമാരായ അഹമ്മദ് സാലിം മുഹമ്മദ് അൽ വഹൈബി, മുസ്തഫ മദുവിൽ, ജ്യൂസ് വേൾഡ് ഒമാൻ കൺട്രി ഹെഡ് മുഹമ്മദ് ഷബീബ്, റീജിയണൽ മാനേജർ ഷാജഹാൻ ബാബു, മാർക്കറ്റിംഗ് മാനേജർ ഷഹീൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 മസ്കത്ത്. 1.5 മാസക്കാലം നീണ്ട യാംബു പുഷ്പമേള വൻ വിജയമായെന്ന് യാംബു റോയൽ കമ്മീഷൻ. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റു GCC രാജ്യങ്ങളിൽ നിന്നുമായി ദശലക്ഷക്കണക്കിന് സന്ദർശകരാണ് ഇത്തവണ പുഷ്പമേള കാണാനെത്തിയത്. കഴിഞ്ഞ 1.5 മാസക്കാലം യാംബുവിൽ ആഘോഷത്തിന്റെ നാളുകളായിരുന്നു. മാർച്ച് 30-ന് സമാപിക്കേണ്ടിയിരുന്ന മേള തിരക്കുമൂലം ഏപ്രിൽ ആദ്യവാരം വരെ നീട്ടുകയായിരുന്നു. യാംബു റോയൽ കമ്മീഷൻ ഇറിഗേഷൻ വകുപ്പ് സംഘടിപ്പിച്ച 13ാമത് പുഷ്പമേളയ്ക്ക് കൊടിയിറങ്ങിയതോടെ നഗരത്തിലെ തിരക്ക് കുറഞ്ഞു. 1 മാസക്കാലം വളരെ ആഘോഷത്തിന്റെ നാളുകളായിരുന്നു. കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമുള്ളായിരുന്നു. ഇപ്പോൾ അത് കഴിയുന്നത് വളരെ സങ്കടമുണ്ട്. യാംബുവിലുള്ള മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർക്ക് തങ്ങളുടെ കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒത്തുകൂടൽ കൂടിയായിരുന്നു പുഷ്പമേള. വിവിധ തരത്തിലുള്ള പൂക്കൾ കൊണ്ട് തീർത്ത പുഷ്പമേളയിൽ ചിത്രശലഭങ്ങളുടെയും പക്ഷികളുടെയും പാർക്കുകളും ഒരുക്കി. സൗദി സാംസ്കാരിക പരിപാടികൾ നടക്കുന്ന വേദിക്ക് മുൻപിൽ എല്ലാ ദിവസവും വൻ തിരക്കാണ് കാണപ്പെട്ടിരുന്നത്. വെടിക്കെട്ടോടു കൂടിയാണ് പുഷ്പമേളയ്ക്ക് സമാപനമായത്. നിയാസ് യൂസുഫ്, മീഡിയ 1 യാംബു. അൽ മദ്രസത്തുൽ ഇസ്ലാമിയ സലാലയിൽ സംഘടിപ്പിച്ച ഖുർആൻ അറിയാം പൊരുളറിയാം ക്യാമ്പയിൻ സമാപിച്ചു. IMI ഹാളിൽ നടന്ന സമാപന സംഗമം അബു തഹനൂൻ MD ഒ അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. കെ ഷൗക്കത്ത് അലി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പയിനോടനുബന്ധിച്ച് നടത്തിയ മദ്രസ ഫെസ്റ്റിവലിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഹിക്മ ടാലന്റ് സെർച്ച് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള മെഡലുകളും ചടങ്ങിൽ നൽകി. വിജയികൾക്ക് ഡോക്ടർ MK ഷാജിദ്, ഡോക്ടർ സാനിയോ മൂസ, ഉമ്മുൽ വാഹിദ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രിൻസിപ്പൽ ഷജിൽ ബിൻ ഹസൻ, സാബു ഖാൻ എന്നിവർ നേതൃത്വം നൽകി. മലപ്പുറം ജില്ലയിലെ കണ്ണമംഗലം പഞ്ചായത്ത് UDF കമ്മിറ്റി ജുദയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. YCC മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹക്കീം പാറക്കൽ ഉദ്ഘാടനം ചെയ്തു. ഹബീബ് കല്ലൻ മുഖ്യപ്രഭാഷണം നടത്തി. കണ്ണമംഗലം KMCC പുറത്തിറക്കിയ മതേതര ഇന്ത്യക്കായി എന്ന തെരഞ്ഞെടുപ്പ് ഗാന CD-യുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. സെക്യുലർ ഇന്ത്യ ഫോറം ജിദ്ദയിൽ സെമിനാർ സംഘടിപ്പിച്ചു. സേവ് സെക്യുലറിസം, സേവ് ഇന്ത്യ എന്ന പേരിൽ നടന്ന സെമിനാറിൽ കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുത്തു. അറബ് ന്യൂസ് മാനേജിംഗ് എഡിറ്റർ സിറാജ് വഹാബ് ഉദ്ഘാടനം ചെയ്തു. സിറാജുദ്ദീൻ ഹുദവി ആനമങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി. മുസ്തഫ വാക്കാലൂർ, ഇബു ഇബ്രാഹിം, സിയാദത്ത് അലി ഖാൻ, ഷിഹാബ് താമരക്കുളം, ഖൽഫാൻ അൻസാരി തുടങ്ങിയവർ സംസാരിച്ചു. ദമാം പ്രവാസി സാംസ്കാരിക വേദി കണ്ണൂർ, കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും UDF-നെ പിന്തുണയ്ക്കാൻ കൺവെൻഷൻ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു. ഷബീർ ചാത്തമംഗലം ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് അലി പീറ്റയിൽ, ബിജു പൂതക്കുളം എന്നിവർ സംസാരിച്ചു. ജസീർ മട്ടന്നൂർ, തൻസീം, ഷാക്കിർ പാപ്പിനിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി.
അൽഖോബാർ റിദ ഗോൾഡൻ സ്റ്റാർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ടൂർണമെന്റിൽ പ്രവാസി അൽഖോബാർ FC തുർക്കിയ FCയെ പരാജയപ്പെടുത്തി ജേതാക്കളായി. ജവാദ് പ്രവാസി FCയെ മാൻ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുത്തു. നവാസ് വർക്കല, നിതീഷ്, ഷാജഹാൻ, സിറാജ് തലശ്ശേരി എന്നിവർ ചേർന്ന് ട്രോഫികൾ വിതരണം ചെയ്തു. ഖത്തറിലെ ഇന്ത്യൻ നഴ്സുമാരുടെ സംഘടനയായ യുണീക്ക് ദോഹയിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ICC HR ആൻഡ് സ്പോർട്സ് വിഭാഗം തലവൻ അഡ്വക്കേറ്റ് ജാഫർ ഖാൻ മുഖ്യാതിഥിയായി. വിഷൻ, മിഷൻ, ഫ്യൂച്ചർ പ്ലാൻ എന്നീ വിഷയങ്ങളിൽ ലുഫ്തി കളമ്പൻ സംസാരിച്ചു. യുണീക്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നൌഫൽ NM നിർവഹിച്ചു. സേവന രംഗത്ത് മികവ് തെളിയിച്ചവർക്കുള്ള നഴ്സിംഗ് എക്സലന്റ് അവാർഡും ചടങ്ങിൽ സമ്മാനിച്ചു. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇന്ത്യ ഖത്തർ സാംസ്കാരിക വർഷാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ കൾച്ചറൽ സെന്റർ ഭാരത് ഉത്സവ് എന്ന പേരിൽ നൃത്ത സംഗീത പരിപാടി സംഘടിപ്പിക്കുന്നു. വരുന്ന വെള്ളിയാഴ്ച ദോഹയിലെ ഷെറാട്ടൺ ഹോട്ടലിൽ വെച്ചാണ് പരിപാടി. പ്രമുഖ ഇന്ത്യൻ നർത്തകികളായ കലാമണ്ഡലം സ്വർണദീപ മഹാദെ, ശുഭ ജേന തുടങ്ങിയവർ അരങ്ങിലെത്തും. ഇന്ത്യ ഖത്തർ സാംസ്കാരിക മന്ത്രാലയങ്ങളും ഖത്തർ മ്യൂസിയവും ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെയും സഹകരണത്തോടെയാണ് പരിപാടി. ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, വൈസ് പ്രസിഡന്റ് വിനോദ് നായർ, ജനറൽ സെക്രട്ടറി സീനു പിള്ള തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. SDPI മുൻ ദേശീയ അധ്യക്ഷൻ A സയ്യിദിന്റെ നിര്യാണത്തിൽ ഇന്ത്യൻ സോഷ്യൽ ഫോറം സെൻട്രൽ കമ്മിറ്റി ജിദ്ദയിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് നിശാബോധവും സമരോത്സുകതയും പകർന്നു നൽകി വിമോചന രാഷ്ട്രീയത്തിന് കരുത്തു പകർന്ന പണ്ഡിതനും രാഷ്ട്രീയ നേതാവുമായിരുന്നു E സയ്യിദ് എന്ന് യോഗം അഭിപ്രായപ്പെട്ടു. നൂറുകണക്കിന് പ്രവാസികൾ പങ്കെടുത്ത മയ്യിത്ത് നമസ്കാരത്തിന് മുഹമ്മദ് ഇഖ്ബാൽ നേതൃത്വം നൽകി. യോഗത്തിൽ വിവിധ സംഘടനാ പ്രതിനിധികൾ അനുശോചനം അറിയിച്ച് സംസാരിച്ചു. ജിദ്ദയിൽ നടക്കുന്ന ACF സൗദി ഫുട്ബോൾ ടൂർണമെന്റിൽ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ഇന്ത്യ നൈജീരിയയോട് തോറ്റു. ഇതോടെ ടൂർണമെന്റിൽ നിന്നും ഇന്ത്യ പുറത്തായി. ലീഗ് അടിസ്ഥാനത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ നേരത്തെ ഇന്ത്യ പാകിസ്ഥാനെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചിരുന്നു. ജിദ്ദയിലെ അസോസിയേഷൻ കമ്മ്യൂണിറ്റി ഫുട്ബോൾ സംഘടിപ്പിച്ച 15ാമത് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇതാദ്യമായാണ് ഇന്ത്യ പങ്കെടുക്കുന്നത്. കിങ് അബ്ദുൽ-അസീസ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും സൗദിയിൽ ജോലി ചെയ്യുന്നവരാണ് അവരുടെ രാജ്യങ്ങൾക്ക് വേണ്ടി കളിക്കുന്നത്. മാലി ടീമിനോട് സമനില പിടിച്ചും ലബനാൻ, പാകിസ്ഥാൻ ടീമുകളെ ഏകപക്ഷീയമായ ഓരോ ഗോളിന് തോൽപ്പിച്ചുമാണ് ഇന്ത്യൻ ടീം ക്വാർട്ടർ ഫൈനലിലെത്തിയത്. എന്നാൽ ശക്തരായ നൈജീരിയയോട് ഇന്ത്യൻ ടീം അടിപതറി. ജിദ്ദയിൽ പ്രവാസി മലയാളികളുടെ നേതൃത്വത്തിലുള്ള പ്രധാന ഫുട്ബോൾ ക്ലബ്ബായ ACC ആണ് ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിച്ച് മത്സരത്തിൽ പങ്കെടുത്തത്. മറ്റ് വിവിധ ക്ലബ്ബുകളിലെ പ്രധാന കളിക്കാരും ടീമിന് വേണ്ടി ബൂട്ടണിഞ്ഞിരുന്നു. ഇന്ത്യക്കാരെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് കൂടുതലും മലയാളികളാണ് ടീമിലുള്ളത്. വളരെ നല്ലൊരു അവസരമാണ് എല്ലാവരും കിട്ടിയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ പറ്റിയെന്നെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ഈ ടൂർണമെന്റിന്റെ സൂപ്പർവൈസിംഗ് നടത്തുന്ന ഷെയ്ഖ് സാലിം ബിൻ ബാഹ്വൈനി അവർക്ക് ഞങ്ങൾ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി മൊത്തം ഞങ്ങൾ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. മത്സരം വീക്ഷിക്കാൻ മലയാളികളുടെ വൻ ജനാവലി തന്നെ സ്റ്റേഡിയത്തിലെത്തിയിരുന്നു. മലയാളികളുടെ ഫുട്ബോൾ ആവേശം മറ്റു രാജ്യക്കാരിൽ കൗതുകമുണർത്തി. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ. അൽഹസ PFC സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. അൽഹസ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന് കീഴിലുള്ള 12 ടീമുകൾ പങ്കെടുത്തു. ടൂർണമെന്റിൽ സോക്കർ ഹുഫൂഫ് ജേതാക്കളായി നാസർ മദനി കിക്ക് ഓഫ് നിർവഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തനത്തിനായി സ്വരൂപിച്ച തുക കൈമാറി. അബ്ദുൽ ഗഫൂർ, മുഷ്താഖ് പറമ്പിൽ, ആബിദ് നസീൽ എന്നിവർ നേതൃത്വം നൽകി. ചുങ്കത്ത് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഭിഷഗുര അവാർഡ് ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരന് സമ്മാനിച്ചു. തൃശൂർ ഇരിങ്ങാലക്കുട ചുങ്കത്ത് കോൺഫറൻസ് ഹാളിൽ സ്നേഹാദരം 2019 എന്ന പേരിൽ സംഘടിപ്പിച്ച അവാർഡ് വിതരണ ചടങ്ങ് മദ്രാസ് ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് K. നാരായണക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുടയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആശുപത്രികളിൽ മികച്ച സേവനം അനുഷ്ഠിച്ച ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു. ലോകത്തിന് മാതൃകയായ ഇന്ത്യയുടെ ചരിത്ര സത്യങ്ങളെയും സംസ്കാരങ്ങളെയും വളച്ചൊടിക്കുന്ന സാമൂഹ്യ അന്തരീക്ഷം ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ ജിദ്ദ നവോദയ സംഘടിപ്പിച്ച സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതെങ്കിലും വിധത്തിൽ കോർത്തിണക്കാൻ പറ്റാത്ത വൈവിധ്യമാർന്ന സംസ്കാരവും മതേതരത്വവുമാണ് ഇന്ത്യയുടെ സവിശേഷത. അതിനെ വികലമാക്കാനുള്ള ശ്രമങ്ങൾ അസംബന്ധമാണെന്ന് സ്പീക്കർ P. രാമകൃഷ്ണൻ പറഞ്ഞു. ഒരുപാട് അരുവികൾ ഇങ്ങനെ ഒഴുകി ഒഴുകി ഒരു മഹാനദിയിലേക്ക് പോകുന്നത് പോലെയുള്ള മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളുടെയും ആകത്തുകയാണ് സംസ്കാരം. അത് ഞങ്ങൾ നിശ്ചയിക്കുന്ന പോലെയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ
അതാണ് ലോകത്തെ ഏറ്റവും വലിയ അസംബന്ധം. നവോത്ഥാന നായകന്മാർ പടുത്തുയർത്തിയ സാംസ്കാരിക പൈതൃകം ഉയർത്തിപ്പിടിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. അനിൽ നാരായണ, സുധാരാജൻ, പുഷ്പ സുരേഷ് തുടങ്ങിയവർ കലാപരിപാടികൾ അണിയിച്ചൊരുക്കി. നവോദയ നേതാക്കളായ വി കെ റൌഫ്, ഷിബു തിരുവനന്തപുരം, ശ്രീകുമാർ മാവേലിക്കര, കിസ്മത്ത് മമ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ.